നമ്മള് പോളിനോമിയൽസ് ചാപ്റ്റർ 2 പോളിനോമിയൽസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടേംസ് എന്താന്ന് നോക്കി, ഫാക്ടേഴ്സ് പഠിച്ചു, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടു, പിന്നെ നമ്മൾ കോഎഫിഷ്യൻസ് എന്താന്ന് കണ്ടു. അതോടൊപ്പം പോളിനോമിയൽ എന്താണ് ഒരു പോളിനോമിയൽ, എങ്ങനെയാണ് ഒരു പോളിനോമിയൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിരുന്നതാണ് മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. ഇതൊക്കെ എന്താണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം മോണോമിയൽ എന്താന്ന് നോക്കാം. പോളിനോമിയൽസ് ഹാവിംഗ് ഓൺലി വൺ ടേം ഈസ് കോൾഡ് മോണോമിയൽ. അതായത് ഒരു ടേം മാത്രമുള്ള പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോമിയൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ടേം എന്താന്ന് നമുക്കറിയാം അല്ലെ. ആ ടേമില് ഒരു ടേമേ ഉള്ളെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയൽസ് ആണ് മോണോമിയൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം 2x എന്ന് പറയുന്ന ഒരു മോണോമിയൽ ആണ്. കാരണം ഇതിനകത്ത് ഒരു ടേമേ ഉള്ളൂ. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് പ്ലസോ മൈനസോ ഒന്നും തന്നെ വന്നിട്ടില്ല അല്ലെ. അപ്പൊ ഇതൊരു മോണോമിയൽ ആണ്. ഇനി 4x/5 ദിസ് ഈസ് എ മോണോമിയൽ. ഇതൊരു മോണോമിയൽ ആണ്. ഇതിന് കണക്ഷൻ ആയിട്ട് പ്ലസും മൈനസും ഇല്ല. കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഒരുപാട് ടേം ഉണ്ടെന്ന് പറയുക. അപ്പൊ ദിസ് ഈസ് എ മോണോമിയൽ. ദെൻ -2p². ദിസ് ഈസ് എ മോണോമിയൽ. ഇതൊരു മോണോമിയൽ ആണ്. കാരണം ഇത് ഒരു ടേമേ ഉള്ളൂ. ഓക്കെ, ഇനി 7z⁻⁹. ദിസ് ഈസ് എ മോണോമിയൽ. ഒരൊറ്റ ടേമേ ഉള്ളൂ. ഇതാണ് മോണോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മോണോമിയൽ എന്ന് വെച്ചാൽ പോളിനോമിയൽസ് ഹാവിംഗ് ഓൺലി വൺ ടേം, ഒരു ടേം ഉള്ളതിനെയാണ് നമ്മൾ മോണോമിയൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ ബൈനോമിയൽ. ആ വാക്കിനകത്ത് തന്നെ ഉണ്ട് ബൈ. ബൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 എന്നാണ് അതിന്റെ മീനിങ്. പോളിനോമിയൽസ് ഹാവിംഗ് 2 ടേംസ് ഈസ് കോൾഡ് ബൈനോമിയൽ. അതായത് രണ്ട് ടേം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ എന്ന് പറയുന്നത്. ഹാവിംഗ് 2 ടേംസ്, രണ്ട് ടേം ഉള്ളതാണ് ബൈനോമിയൽ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം 2x+5. നോക്കിക്കേ, ഇത് ബൈനോമിയൽ ആണ്. കാരണം ഇതിനകത്ത് രണ്ട് ടേം വന്നിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കണ്ടോ ഒരു സിമ്പൽ വന്നിരിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസോ മൈനസോ രണ്ടെണ്ണത്തിനെ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ടേം എന്ന് പറയുന്നത് അല്ലെ. സോ ദിസ് ഈസ് എ ബൈനോമിയൽ. ഹിയർ 2 ടേംസ്. ഇവിടെ നമുക്ക് രണ്ട് ടേം ഉണ്ട്. 2x എന്ന് പറയുന്നത് ഒരു ടേം ആണ് അല്ലെ. 2x ഒരു ടേം ആണ്. അതുപോലെ തന്നെ 5ഉം ഒരു ടേം ആണ്. സോ ദിസ് ഈസ് ബൈനോമിയൽ. ഓക്കെ, then next നോക്കിയാൽ 3x² + 9x. this is binomial. here also we have 2 terms. okay, then next നോക്കിയേ -8p² + 6q². this is binomial. here also we have 2 terms. okay, അപ്പൊ മനസ്സിലായല്ലോ ബൈനോമിയൽ എന്താന്ന്. രണ്ട് ടേം ഉണ്ടെങ്കിൽ അതാണ് ബൈനോമിയൽ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ടേം ഉണ്ട്. -8p² എന്ന് പറഞ്ഞാൽ ഒരു ടേം ആണ്. 6q² എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേം ആണ്. അപ്പൊ ഇവിടെ രണ്ട് ടേം ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ബൈനോമിയൽ ആണ്. ഓക്കെ, then നെക്സ്റ്റ് ട്രൈനോമിയൽ. ട്രൈ വാക്കിനകത്ത് തന്നെയുണ്ട് 3 അല്ലെ. പോളിനോമിയൽസ് ഹാവിംഗ് 3 ടേംസ്. 3 ടേം ഉള്ള പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈനോമിയൽ എന്ന് പറയുന്നത്. പോളിനോമിയൽസ് ഹാവിംഗ് 3 ടേംസ് ആർ കോൾഡ് ട്രൈനോമിയൽ. ഓക്കെ, അതിന് നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾസ് ഒക്കെ എഴുതാവുന്നതേ ഉള്ളൂ. ടീച്ചർ എഴുതുന്നത് 3p - 9q + 7. ഓക്കെ, ഇവിടെ നമുക്ക് 3 ടേം ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് ഇവിടെ ടേംസ് വരിക? യെസ്, 3p എന്ന് പറയുന്ന ഒരു ടേം ആണ്. ദെൻ -9q എന്ന് പറയുന്ന ഒരു ടേം ആണ്. 7 എന്ന് പറയുന്നതും ഒരു ടേം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 3 ടേം വന്നിരിക്കുന്നത് കൊണ്ട് ഇത് ഒരു ട്രൈനോമിയൽ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ട്രൈനോമിയൽ എന്താണ്. ഇനി വേറെ എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ -4x² - 7x + 5x³ ഓക്കെ, ഇവിടെയും നമുക്ക് 3 ടേംസ് ഉണ്ട് അല്ലെ. 3 ടേം ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ട്രൈനോമിയൽ ആണ്. അപ്പൊ മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. മോണോമിയൽ എന്ന് പറഞ്ഞാൽ ഓൺലി 1 ടേം, ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ 2 ടേം, ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ 3 ടേം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്
ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. വാട്ട് ഈസ് എ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ? അതായത് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളത് ജസ്റ്റ് കഴിഞ്ഞ വർഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിഗ്രി എന്ന് പറഞ്ഞ അല്ലെ. അപ്പൊ ഡിഗ്രി എന്ന് പറഞ്ഞാല് ഹൈയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ, ഹൈയസ്റ്റ് power of the variable in a polynomial is called degree of the polynomial. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു അല്ലെ, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് നമ്മൾ കണ്ടതാണ്. അപ്പം ഒരു വേരിയബിളിന്റെ പവർ, ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള പവർ ആണ് ആ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലില് വേരിയബിളിന്റെ പവർ, ഏറ്റവും വലിയ പവർ ഏതാണോ അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഹൈയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. അതായത് ഒരു പോളിനോമിയലിന്റെ ഹൈയസ്റ്റ് പവർ ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടെ ക്ലിയർ ആകും. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. 3p³ പ്ലസ് 9p² പ്ലസ് 5 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ അല്ലെ. ഇത് എത്ര ടേം ഉണ്ട് ഈ ഒരു പോളിനോമിയലില്? യെസ്, 3 ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ടേം അല്ല ഇവിടെ നോക്കുന്നത്, ഡിഗ്രി ആണ്. അപ്പൊ നോക്കി, ഇവിടെ വേരിയബിൾ തന്നിരിക്കുന്നത് പി ആണ് അല്ലെ. ഇവിടുത്തെ വേരിയബിള് പി ആണ്. ഈ വേരിയബിളിന്റെ പവർ നോക്കിക്കേ. ഫസ്റ്റ് ടേമിന്റെ വേരിയബിളിന്റെ പവർ 3 ആണ്. സെക്കൻഡ് ടേമിൽ വേരിയബിളിന്റെ പവർ 2 ആണ്. 3 ആണോ 2 ആണോ വലുത്? 3 ആണ് വലുത് അല്ലെ. അപ്പം ഈ പോളിനോമിയലില് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എഴുതാം? ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. കാരണം ഇവിടെ 3 എന്ന് പറയുന്ന പവർ ആണ് വലുത് അല്ലെ. 2വിനേക്കാൾ വലുത് 3 ആണ്, നമുക്കറിയാം. അപ്പൊ ഈ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാല് 3 ആണ്. ക്ലിയർ ആയാലോ ഡിഗ്രി എന്താന്നുള്ളത്? നെക്സ്റ്റ് നോക്കിയേ. 2x⁵5 മൈനസ് 3x⁴100 പ്ലസ് 9x⁻10 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിക്കുവാണ് ഈ പോളിനോമിയലിന്റെ ഡിഗ്രി. നോക്കിക്കേ, ഇവിടെ വേരിയബിൾ എക്സ് ആണ് അല്ലെ. ഫസ്റ്റ് വേരിയബിളിന്റെ പവർ എന്ന് പറഞ്ഞാല് 5 ആണ്. സെക്കൻഡ് വേരിയബിളിന്റെ പവർ 100 ആണ്. തേർഡ് വേരിയബിളിന്റെ പവർ 10 ആണ്. നോക്കിക്കേ, ഇവിടെ ഹയസ്റ്റ് പവർ വന്നിരിക്കുന്ന ഏതാണ്? യെസ്, 100 ആണ് അല്ലെ. അതുകൊണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എഴുതാം? 100 എന്ന് എഴുതാം. സോ ഇൻ ദിസ് പോളിനോമിയൽ the degree is 100. Okay, you understand what is degree? Okay, then one more question. -2y⁻10 plus 6y⁻7 ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, what is the degree of this polynomial? ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? Yes, 10 ആണ്. Because the highest power is 10. പവർ വലുത് 10 ആണ്. അപ്പം നമുക്ക് ഇവിടെ പറയാം ഈ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാല് 10 ആണ്. ക്ലിയർ ആയല്ലോ? ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തരുന്ന പോളിനോമിയലിന്റെ ഹൈയസ്റ്റ് പവർ ആണ് ഡിഗ്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനില് വേരിയബിളിന്റെ പവർ ഏതാണ് നോക്കുക. ഏറ്റവും വലുത് ഏതാണോ അതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ? ഡിഗ്രി എന്താന്ന് കണ്ടു അല്ലെ. ഇപ്പൊ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്താന്ന് കണ്ടു. ഹൈയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഈസ് കോൾഡ് ഡിഗ്രി. ഓക്കെ, ഈ ഡിഗ്രിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പോളിനോമിയൽസിനെ പല ടൈപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കോൺസ്റ്റന്റ് പോളിനോമിയൽ. കോൺസ്റ്റന്റ് പോളിനോമിയൽ. വാട്ട് ഈസ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ? നമുക്ക് നോക്കാം. എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0 ഈസ് കോൾഡ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ. അതായത് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആണെങ്കിൽ ആ പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0 ഈസ് കോൾഡ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 2 എന്ന് പറയുന്ന നമ്പർ, 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. കാരണം 2നെ നമുക്ക് 2 × 2x⁻0 എന്ന് എഴുതാം അല്ലെ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇവിടെ 2 എന്ന് പറയുന്ന നമ്പർ മാത്രം കിടന്നാൽ അതിന്റെ കൂടെ വേരിയബിൾ ആയ എക്സും അതിന് പവർ 0 ഉണ്ട്. 2x⁻0 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പം വെറുതെ നമ്പർ കിടന്നാൽ അതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. Then -100. This is a constant polynomial. കാരണം ഇതിന്റെ കൂടെ x⁻0
സീറോ ഉണ്ടാകാം. x⁻0 എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് അത് നമ്മൾ എഴുതാത്തത്. അപ്പൊ -100 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. അപ്പൊ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്താന്ന് ക്ലിയർ ആയല്ലോ. ഇനി വെറുതെ 7 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതിയേക്കുന്നു. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ. അതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ നോക്കിയേ ലീനിയർ പോളിനോമിയൽ. വാട്ട് ഈസ് എ ലീനിയർ പോളിനോമിയൽ? ഇത് നമുക്ക് ഇനിയും അടുത്ത വർഷങ്ങളിലും വേണ്ടതാണ്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ലീനിയർ പോളിനോമിയൽ. A polynomial of degree 1 is called linear polynomial. കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ഡിഗ്രി 0 ആണ്. ഇവിടെ ലീനിയർ ആണെങ്കിൽ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം ആണ് ax പ്ലസ് ബി. ax പ്ലസ് ബി ഇതാണ് ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോർമുല. ഇതിനെ a≠0 ആണ്. കാരണം ഇവിടെ a0 വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടേം മൊത്തത്തിൽ ഇല്ലാതെയായി പോകും അല്ലെ. അപ്പം a ഒരിക്കലും 0 വരാൻ പാടില്ല. ഇതാണ് ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലീനിയർ പോളിനോമിയലിന് ഒരു എക്സാമ്പിൾ എഴുതാം. 2x + 9. നോക്കിക്കേ, ഇതൊരു ലീനിയർ പോളിനോമിയൽ ആണ്. കാരണം ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. എക്സ് മാത്രമേ ഉള്ളൂ. എക്സിന്റെ പവർ 1 ആണ്. സോ ദിസ് ഈസ് എ ലീനിയർ പോളിനോമിയൽ. -6p + 3. This is a linear polynomial because here the power of the variable is 1 or degree is 1. So this is a linear polynomial. So the definition of linear polynomial is a polynomial of degree 1 is called linear polynomial. Example നന്നായിട്ട് മനസ്സിലാക്കണം. നമുക്ക് എക്സാമിന് ചോദിക്കും 2x + 9. That is a linear polynomial. Here the variable is x. The power of the variable is 1. So here this is a linear polynomial. Clear ആയല്ലോ? linear polynomial എന്താണ്, constant polynomial എന്താന്നുള്ള കാര്യം. Okay. Okay, next നമ്മൾ നോക്കുന്നത് quadratic polynomial ആണ്. Quadratic polynomial. A polynomial of degree 2 is called quadratic polynomial. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 2 ആണെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയൽസിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം ആണ് ax² + bx + c. ax² + bx + c. a≠0. ഇവിടെയും a എന്ന് പറയുന്ന ടേം 0 വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടേം മൊത്തത്തിൽ ഇല്ലാതെയായി പോകും. അതുകൊണ്ടാണ് a≠0 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ എഴുതാം. 2x² + 7x. This is a quadratic polynomial. Here the degree of the polynomial is 2. Highest power is 2. So this is a quadratic polynomial. Okay, then -5x² + 6x + 9. This is a quadratic polynomial because the degree is 2. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 2 ആണ്. അതുകൊണ്ട് ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അപ്പൊ ഡിഗ്രി എന്താണെന്ന് മനസ്സിലായെങ്കിൽ നമുക്ക് ഏത് പോളിനോമിയൽ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ ആണ്. അപ്പൊ നമുക്ക് തരുന്ന പോളിനോമിയലിന്റെ ഹയസ്റ്റ് പവർ 2 ആണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ക്ലിയർ ആയല്ലോ? ദ നെക്സ്റ്റ് വൺ ക്യൂബിക് പോളിനോമിയൽ. എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 ഈസ് കോൾഡ് ക്യൂബിക് പോളിനോമിയൽ. അതായത് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആണെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ രണ്ട് എക്സാമ്പിൾ എഴുതാം. 5x³ + 6x² + 7x + 9. നോക്കിക്കേ, ഈ പോളിനോമിയൽ നോക്കിക്കേ. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി ഹയസ്റ്റ് പവർ വന്നിരിക്കുന്നത് 3 ആണ് അല്ലെ. ഇത് 2 ആണ്, ഇവിടെ 1 ആണ് വരുന്നത്. സോ ഹയസ്റ്റ് പവർ 3 ആണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. സോ ദിസ് ഈസ് എ ക്യൂബിക് പോളിനോമിയൽ. ഡിഗ്രി 3 വരുന്ന പോളിനോമിയൽ ആണ് ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സീറോ പോളിനോമിയൽ. സീറോ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം.
if all the coefficients of a polynomial are 0, അതായത് ഒരു പോളിനോമിയലില് അതിന്റെ കോഎഫിഷ്യന്റ് 0 ആണെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ പോളിനോമിയൽ. ഒരു പോളിനോമിയലില് കോഎഫിഷ്യൻസ്, അതായത് വേരിയബിളിന്റെ കൂടെ കിടക്കുന്ന നമ്പർ 0 ആണെങ്കിൽ ആ പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ പോളിനോമിയൽ. എക്സാമ്പിൾ നോക്കിയേ, 0x². ഇവിടെ നോക്കിയേ, x² കോഎഫിഷ്യന്റ് 0 ആണ് അല്ലെ, അതുകൊണ്ട് ഇതൊരു സീറോ പോളിനോമിയൽ ആണ്. x⁴, x⁴, ഇവിടെ x⁴ കോഎഫിഷ്യന്റ് 0 ആണ്, അതുകൊണ്ട് ഇതൊരു സീറോ പോളിനോമിയൽ ആണ്. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ കണ്ടു, ലീനിയർ കണ്ടു, ക്വാഡ്രാറ്റിക് കണ്ടു, ക്യൂബിക് കണ്ടു. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സീറോ പോളിനോമിയലും നമ്മൾ പഠിച്ചു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ. നമ്മൾ ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി ഒരു ചാപ്റ്റർ അല്ലെ, ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിരുന്നു. അപ്പൊ നോക്കി, ഇവിടെ നമ്മൾ പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ. എ പോളിനോമിയൽ ഹാവിംഗ് വൺ വേരിയബിൾ, അതായത് ഒരു പോളിനോമിയലില് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2p² + 7p + 3. ഇതിനകത്ത് ഒരു വേരിയബിളേ ഉള്ളൂ, p മാത്രമേ വേരിയബിൾ ഉള്ളൂ അല്ലെ, ഇടയ്ക്ക് കയറി വേറെ വേരിയബിൾസ് ഒന്നും തന്നെ വന്നിട്ടില്ല. സോ ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. ഇപ്പൊ -6x² + 7x + 2z, ഇതാണ് നോക്കുക ഒരു ക്വസ്റ്റ്യൻ. ഇത് ഇൻ വൺ വേരിയബിൾ ആണോ? നോ. ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് വന്നിട്ടുണ്ട് അല്ലെ, എക്സും ഉണ്ട് അതോടൊപ്പം ഇസഡും ഉണ്ട്. രണ്ടും രണ്ട് വേരിയബിൾ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ അല്ല ഈ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോളിനോമിയല് ഒരു ഇൻ വൺ വേരിയബിൾ പോളിനോമിയല് അല്ല. അപ്പൊ ഒരു വേരിയബിൾ മാത്രം വരുവാണെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ. ക്ലിയർ ആയല്ലോ? അതോടൊപ്പം -6p + 7x, this is not a polynomial in one variable അല്ലെ. ഇവിടെ p എന്ന് പറയുന്ന വേരിയബിളും ഉണ്ട്, x എന്ന് പറയുന്ന വേരിയബിളും ഉണ്ട്. അതുകൊണ്ട് ഇത് പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ അല്ല, കാരണം ഇവിടെ രണ്ട് വേരിയബിൾസ് വന്നിട്ടുണ്ട്. ഒരൊറ്റ വേരിയബിൾ മാത്രം വരുവാണെങ്കിൽ മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 2.1 നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following are polynomials in one variable? അതായത് നമുക്ക് താഴെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ പോളിനോമിയൽസ് അത് പോളിനോമിയൽസ് ആണോ അതോടൊപ്പം ഈ വൺ വേരിയബിൾ പോളിനോമിയൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആദ്യം നമ്മൾ പോളിനോമിയൽ ആണോ എന്ന് നോക്കണം. പോളിനോമിയൽ ആണെങ്കിൽ അത് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സ്റ്റേറ്റ് റീസൺ എന്താണെന്നും എഴുതണം. എന്തുകൊണ്ടാണ് നമ്മൾ പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ റീസൺ എന്താണെന്നും കൂടെ എഴുതണം. ക്ലിയർ ആയാലും? അപ്പൊ പോളിനോമിയൽ എന്താണെന്ന് നമുക്കറിയാം. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. വേരിയബിളിന്റെ പവർ ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി വൺ വേരിയബിൾ ആണെങ്കിൽ നമ്മളിപ്പോ പഠിച്ചു, ഒരു വേരിയബിൾ മാത്രമേ അതിനകത്ത് വരാൻ പാടുള്ളൂ. അതാണ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പോളിനോമിയൽ ആവണമെങ്കിൽ ആ വേരിയബിളിന്റെ പവർ ഒരു ഹോൾ നമ്പർ ആയാൽ മാത്രം മതി. ക്ലിയർ ആയാലും? അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് പോളിനോമിയൽ എന്താന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4x² - 3x + 7. 4x² - 3x + 7. നോക്കിക്കേ, ഇതൊരു പോളിനോമിയൽ ആണോ എന്ന്. ഇതിന്റെ വേരിയബിളിന്റെ പവർ നോക്കിക്കേ, ഹോൾ നമ്പർ ആണോ എന്ന്. ഫസ്റ്റ് ടേമിന്റെ വേരിയബിൾ x² ആണ്, അതിന്റെ പവർ 2 ആണ്, ഹോൾ നമ്പർ ആണ്. സെക്കൻഡ് ടേമിന്റെ പവർ വേരിയബിൾ x ആണ്, അതിന്റെ പവറും 1 തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ ആണ്. ഇത് പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ആണോ നോക്കിക്കേ. ഈ പോളിനോമിയലിൽ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഏതാണ്? x മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ഒരു വേരിയബിളും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആണ്. യെസ്, ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാം. യെസ്, ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. യെസ്, ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. ഇത് വൺ വേരിയബിളിലുള്ള
പോളിനോമിയൽ ആണ് അല്ലെ. അതായത് ഇതിന്റെ കൂടെ വേറെ വേരിയബിൾസ് ഒന്നും വന്നിട്ടില്ല, അതോടൊപ്പം ഇത് ഒരു പോളിനോമിയൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇതൊരു പോളിനോമിയൽ ആയത്? ഇതിന്റെ പവറിന്റെ ഇതിന്റെ വേരിയബിളിന്റെ പവർ എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണ് അല്ലെ. all the power of x are all the power of x are whole numbers. അതായത് എക്സിന്റെ പവർ എല്ലാം തന്നെ ഹോൾ നമ്പർ ആണ് അല്ലെ. ഹോൾ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതൊരു പോളിനോമിയൽ ആണ്. ഒരു വേരിയബിൾ തന്നെ ഉള്ളത് കൊണ്ട് ഇത് പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ആണ്. ക്ലിയർ ആയല്ലോ? then second question നോക്കിയേ, y square plus √2. √2 ആണ്. ഇതിന്റെ അകത്ത് വേരിയബിൾ ആണെങ്കിലാണ് ഇത് പോളിനോമിയൽ അല്ലാത്തത്. നോക്കിയേ, ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ y ആണ് വന്നിരിക്കുന്നത്. y-യുടെ പവർ നോക്കിക്കേ 2 ആണ്. അതൊരു ഹോൾ നമ്പർ ആണ് അല്ലെ. അതോടൊപ്പം ഈ ഒരു പോളിനോമിയലില് y എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ ഉള്ളൂ, വേറെ എക്സ്ട്രാ വേരിയബിൾസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലും പറയാം yes it is a polynomial in one variable. ഇതൊരു പോളിനോമിയൽ ആണ്, അതോടൊപ്പം വൺ വേരിയബിൾ ഉള്ള ഒരു പോളിനോമിയൽ ആണ്. എന്താണ് റീസൺ? എന്താണ്? ആൻഡ് all the power of y is a ഹോൾ നമ്പർ. ഇവിടെ വേരിയബിൾ തന്നിട്ടുണ്ട്, ആ വേരിയബിളിന്റെ പവർ എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആണ് അല്ലെ. ഇപ്പൊ ഹോൾ നമ്പർ ആയതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ ആണ്. ഒരു വേരിയബിൾ മാത്രം ഉള്ളത് കൊണ്ട് ഇതൊരു പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 3√t plus t√2. 3√t. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റൂട്ടിനകത്ത് വേരിയബിൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് റൂട്ടിനകത്താണ് നമ്മളുടെ വേരിയബിൾ എങ്കിൽ അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ t⁻² ആണ്. റൂട്ട് ആണെങ്കിൽ അതിന്റെ പവർ 1/2 ആണ്. ഞാൻ അപ്പൊ പ്രത്യേകം എടുത്ത് പറഞ്ഞു, റൂട്ടിനകത്ത് വേരിയബിൾ വന്നു കഴിഞ്ഞാൽ അതൊരു പോളിനോമിയൽ അല്ല. കാരണം ഇതിന്റെ പവർ വന്നിരിക്കുന്ന 1/2 ആണ്. ഈ 1/2 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ അല്ല. നമുക്കറിയാം ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര ആണ്. അതിനകത്ത് 1/2 ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ, അതായത് ഈ പോളിനോമിയൽ ഇതൊരു പോളിനോമിയൽ അല്ല. ഈ തന്നിരിക്കുന്നത് ഒരു പോളിനോമിയൽ അല്ല. എന്തുകൊണ്ടാണ്? യെസ്, ദ പവർ ഓഫ് ദ വേരിയബിൾ ഈസ് നോട്ട് എ ഹോൾ നമ്പർ. അതായത് ഇവിടുത്തെ വേരിയബിൾ ടി ആണ്. ഈ വേരിയബിളിന്റെ പവർ ഒരു ഹോൾ നമ്പർ അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല. അപ്പൊ നമുക്ക് എഴുതാം, നോ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇതൊരു പോളിനോമിയൽ അല്ല. നോ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. ഓക്കെ, ഇതൊരു പോളിനോമിയൽ അല്ല അല്ലെ. പോളിനോമിയൽ അല്ലാത്തത് കൊണ്ട് ഇറ്റ്സ് നോട്ട് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ പവർ ഓഫ് ടി, അതായത് ടി എന്ന് പറയുന്ന, നോ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ എന്ന് മതി. എന്താണ് റീസൺ? ദ പവർ ഓഫ് ടി ഈസ് നോട്ട് എ ഹോൾ നമ്പർ. അതായത് ടി എന്ന് പറയുന്ന വേരിയബിളിന്റെ പവർ ഒരു ഹോൾ നമ്പർ അല്ല. അതായത് √2 വന്നത് കൊണ്ടാണ് അല്ലെ, √t വന്നത് കൊണ്ടാണ് ഇത് പോളിനോമിയൽ അല്ലാതെ വന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റീസൺ ഇതാണ്, പവർ ഓഫ് ടി ഈസ് നോട്ട് എ ഹോൾ നമ്പർ. അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ പോളിനോമിയൽ ആവണമെന്ന് അറിയാനായിട്ട് നമ്മൾ വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആണോ നോക്കിയാൽ മതി. വൺ വേരിയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിനകത്ത് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ എന്ന് നോക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ 3 ക്വസ്റ്റ്യനും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, y + 2/y. y + 2/y വന്നിരിക്കുന്നു. ഇവിടെ വേരിയബിൾ y ആണ്, ഒരു വേരിയബിളേ ഉള്ളൂ. നമുക്കിത് പോളിനോമിയൽ എന്ന് ചെക്ക് ചെയ്യാം. ഈ ആദ്യത്തെ ടേമിന്റെ y-യുടെ പവർ 1 ആണ്, അതൊരു ഹോൾ നമ്പർ ആണ്. ഇവിടെ വേരിയബിൾ നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഡിനോമിനേറ്ററിലാണ് വേരിയബിൾ വരുന്നെങ്കിൽ അതൊരു പോളിനോമിയൽ അല്ല. കാരണം ഈ 2/y എന്ന് പറഞ്ഞാൽ അതായത് 1/y ആണ്. അതിനെ നമ്മൾ പവർ ആയിട്ട് എഴുതുമ്പോൾ y⁻⁻1 ആണ് വരുന്നത് അല്ലെ. y⁻⁻1 ആണ്. ഈ -1 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ അല്ല.
അപ്പം അതിന് നമ്മൾ ഈ ഒരു കാര്യം ഓർത്താൽ മതി. വേരിയബിൾ ഡിനോമിനേറ്ററിലാണ് വരുന്നതെങ്കിൽ അതൊരു പോളിനോമിയൽ അല്ല. വേരിയബിൾ ഡിനോമിനേറ്ററിലാണെങ്കിൽ അതൊരു പോളിനോമിയൽ അല്ല. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പോളിനോമിയൽ അല്ല. കാരണം എന്താ, ഇവിടെ വൈയുടെ പവർ ഹോൾ നമ്പർ അല്ല വരുന്നത്. അപ്പൊ നമുക്ക് എഴുതാം നോ, ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ അല്ലെ, ഇതൊരു പോളിനോമിയൽ അല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ, ഇതൊരു പോളിനോമിയൽ അല്ല. റീസൺ എന്താണ്? ബിക്കോസ് the power of y is not a whole number. അതായത് വൈയുടെ പവർ എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ അല്ല. അതുകൊണ്ട് അതൊരു പോളിനോമിയൽ അല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, ഇവിടെ ഡിനോമിനേറ്ററിലാണ് y വന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ y വന്നിരിക്കുന്നത് കൊണ്ട് അതൊരു പോളിനോമിയൽ അല്ല. അതിന്റെ പവർ നമ്മൾ എഴുതുമ്പോൾ y⁻1 എന്നാണ് വരുന്നത്. കാരണം താഴെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ y⁻1 ആണ്. -1 ഒരു ഹോൾ നമ്പർ അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. x⁻10 plus y⁻3 plus t⁻50. നോക്കിക്കേ, ഇത് പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ആണോ നോക്കിക്കേ. ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ അല്ല. കാരണം ഇതിന്റെ വേരിയബിള് ഒരെണ്ണം x ആണ്, ഒരെണ്ണം y ആണ്, ഒരെണ്ണം t ആണ് അല്ലെ. ഇതിനകത്ത് ഒരു വേരിയബിൾ മാത്രമാണോ ഉള്ളത്? അല്ല, ഇവിടത്തെ 3 വേരിയബിൾസ് തന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് ഇത് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആണോ? No, it is not a polynomials in one variable because in this expression we have 3 variables. ഇവിടെ നമുക്ക് 3 വേരിയബിൾസ് തന്നിട്ടുണ്ട് അല്ലെ. ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1 വേരിയബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. No, it is not a polynomial in വൺ വേരിയബിൾ. ഇത് വൺ വേരിയബിൾ പോളിനോമിയൽ അല്ല. കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ഇൻ ദിസ് എക്സ്പ്രഷൻ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനില്, ബിക്കോസ് ഇൻ ദിസ് എക്സ്പ്രഷൻ വി ഹാവ് ത്രീ വേരിയബിൾസ്. അതായത് നമുക്ക് 3 വേരിയബിൾസ് ഇവിടെ തരുന്നുണ്ട്. വി ഹാവ് 3 വേരിയബിൾസ്. ഓക്കെ, നമുക്ക് 3 വേരിയബിൾസ് ഇവിടെ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നോട്ട് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. ഓക്കെ, വൺ വേരിയബിളിലുള്ള ഒരു പോളിനോമിയൽ അല്ല. ക്ലിയർ ആയല്ലോ? പോളിനോമിയൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുമാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് x². അതായത് x² എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ്. നമുക്കറിയാം, കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ വേരിയബിളിന്റെ കൂടെ നിൽക്കുന്ന നമ്പർ ആണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x² എന്ന് പറയുന്ന വേരിയബിളിന്റെ മാത്രം കോഎഫിഷ്യന്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. x² എവിടെയാണ് കിടക്കുന്നത് അല്ലെ. x² കോഎഫിഷ്യന്റ് 1 ആണോ? ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഓൾറെഡി 1 ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനില് കോഎഫിഷ്യന്റ് ഓഫ് x², ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് x² എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് വരിക. അതായത് x² എന്ന് പറയുന്ന വേരിയബിളിന്റെ കൂടെ നിൽക്കുന്ന നമ്പർ, അതായത് ന്യൂമറിക്കൽ വാല്യൂ ആണ് കോഎഫിഷ്യന്റ് അല്ലെ. ഇവിടെ x² എന്ന് പറയുന്ന വേരിയബിളിന്റെ കൂടെ നിൽക്കുന്നത് 1 ആണ്. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഒന്നും അവിടെ വേരിയബിളിന്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കാം അവിടെ 1 ആണ് കിടക്കുന്നതെന്ന് അല്ലെ. സോ ഇൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ കോഎഫിഷ്യന്റ് ഓഫ് x² ഈസ് 1. ഓക്കെ, then the second question നോക്കിക്കേ. കോഎഫിഷ്യന്റ് ഓഫ് x² നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യനില് ഇവിടെ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 - x² ആണ്. 2 ആണ്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ +1 എന്ന് എഴുതി. ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ -1 എന്ന് എഴുതണം. വെറുതെ 1 എന്ന് എഴുതരുത്. ഇവിടെ x² കോഎഫിഷ്യന്റ് -1 ആണ്. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മളവിടെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ. വെറുതെ ആ നമ്പർ തന്നെയാണെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആണ് എന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് -1 ആണ് വരുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കോഎഫിഷ്യന്റ് ഓഫ് x² എന്ത് വരും നോക്കിക്കേ. നമ്മുടെ എക്സ്പ്രഷൻ ഇതാണ് π/2 x² + x ആണ് അല്ലെ. അപ്പൊ
അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ കിടക്കുന്നത് π/2 ആണ്. സോ ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് π/2. ഓക്കെ, ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനില് π/2 ആണ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർത്ത് ക്വസ്റ്റ്യനില് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ നോക്കിക്കേ. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എഴുതാനായിട്ട് എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ടോ? എക്സ് സ്ക്വയറിന്റെ ടേം തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കോണം അത് 0x² ആണെന്ന്. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ കിടക്കുന്നത് 0 ആണ്. അതേസമയം ഇവിടെ ആ ടേം ഇല്ല, എക്സ് സ്ക്വയർ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം അവിടെ 0x² ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സീറോ പോളിനോമിയൽ, അതായത് വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് 0 ആണെങ്കിൽ അത് സീറോ പോളിനോമിയൽ ആണ്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇവിടെ എക്സ് സ്ക്വയർ തന്നിട്ടില്ല, അപ്പൊ നമ്മൾ എഴുതുക അത് 0 ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് 0 ആയിരിക്കും. ക്ലിയർ ആയല്ലോ കോഎഫിഷ്യന്റ് എഴുതാനായിട്ട്? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗിവ് വൺ എക്സാമ്പിൾ ഈച്ച് ഓഫ് ബൈനോമിയൽ ഓഫ് ഡിഗ്രി 35 ആൻഡ് ഓഫ് എ മോണോമിയൽ ഡിഗ്രി 100. അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓരോ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബൈനോമിയൽ ആയിരിക്കണം. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ് ബൈനോമിയൽ. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിരുന്നത്. എന്താണ് ബൈനോമിയൽ? യെസ്, 2 ടേംസ് ഉണ്ടെങ്കിൽ അതൊരു ബൈനോമിയൽ ആണ് അല്ലെ. 2 ടേം ഉണ്ടെങ്കിൽ അതൊരു ബൈനോമിയൽ ആണ്. അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ബൈനോമിയൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡിഗ്രി എത്രയായിരിക്കണം? യെസ്, നിങ്ങൾ ആ ബൈനോമിയൽ എഴുതുമ്പം ശ്രദ്ധിക്കണം അതിന്റെ ഡിഗ്രി, അതായത് ഹയസ്റ്റ് പവർ എത്ര വരണം? 35 വരുന്ന രീതിയിൽ ഒരു ബൈനോമിയൽ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളൊരു ബൈനോമിയൽ 2 ടേം എഴുതുക, അതിനകത്ത് ഹയസ്റ്റ് പവർ ആര് കൊടുക്കുക? 35നെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോ എഴുതിക്കാണ് 2x⁻35 + 7. നോക്കിയേ, ഇതൊരു ബൈനോമിയൽ ആണ്. 2 ടേം ഉണ്ട്. ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാല് 35 ആണ്. ഹയസ്റ്റ് പവർ 35 ആണ് വന്നിരിക്കുന്നത് അല്ലെ. ക്ലിയർ ആയല്ലോ? ബൈനോമിയൽ ആയിരിക്കണം, പവർ ഹയസ്റ്റ് പവർ വന്നിരിക്കുന്നത് 35 വരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം -3y⁵35 - 7. നോക്കിക്കേ, ഇതും ഒരു ബൈനോമിയൽ ആണ്. കാരണം 2 ടേം ഉണ്ട്. ഈ 2 ടേമിലും ഡിഗ്രി ഹയസ്റ്റ് വന്നിരിക്കുന്നത് 35 ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. മോണോമിയൽ ഓഫ് ഡിഗ്രി. മോണോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മോണോമിയൽ? യെസ്, 1 ടേം, അതായത് ഒരു ടേം ഉള്ളതിനെയാണ് നമ്മൾ മോണോമിയൽ എന്ന് പറയുന്നത്. നമുക്ക് മോണോമിയൽ എഴുതണം. അതിന്റെ ഡിഗ്രി എത്രയായിരിക്കും വരേണ്ടത്? യെസ്, ഡിഗ്രി 100 വരുന്ന രീതിയിൽ ഒരു മോണോമിയൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ എഴുതിക്കുകയാണ് x⁻100. നോക്കിക്കേ, ഇതൊരു മോണോമിയൽ ആണ്. ഒരൊറ്റ ടേമേ ഉള്ളൂ. ഇതിന്റെ പവർ 100 ആണ് അല്ലെ. then -3y⁻100. ഇതൊരു മോണോമിയൽ ആണ് അല്ലെ. ഇതിന്റെ പവർ നോക്കിക്കേ 100 വന്നേക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എക്സാമ്പിൾസ് എഴുതാം. അങ്ങോട്ട് ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ദ ഡിഗ്രി. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ പോളിനോമിയലിന്റെ ഡിഗ്രിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ആണ് ഡിഗ്രി. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5x³ + 4x² + 7x. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടേമിന്റെ വേരിയബിളിന്റെ പവർ 3 ആണ്. ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ് അല്ലെ. ഇവിടെ ഡിഗ്രി എത്രയാണ് നിങ്ങൾക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ. എന്തായിരിക്കും ഇവിടെ ഡിഗ്രി? യെസ്, ഹയസ്റ്റ് പവർ 3 ആണ്. സോ ദ ഡിഗ്രി ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 4 - y² അല്ലെ. ഇവിടെ ഒരു വേരിയബിളേ ഉള്ളൂ. y² എന്ന് പറയുന്ന ഒന്നേ തന്നിട്ടുള്ളൂ. അതിന്റെ പവർ 2 ആണ്. സോ ദ ഡിഗ്രി ഈസ് 2. അപ്പൊ നമ്മൾ ഹയസ്റ്റ് പവർ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലില് പവർ വലുത് ഏതാണോ അതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 5t - √7. ഓക്കെ, ഇവിടെ വേരിയബിൾ t ആണ്. ടിയുടെ പവർ എത്രയാണ്? 1 ആണ്. ഇവിടെ ടി മാത്രമേ നമുക്ക് വേരിയബിൾ ഉള്ളൂ അല്ലെ. അല്ലാതെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. ടി എന്ന് പറയുന്ന ഒറ്റ വേരിയബിളേ ഉള്ളൂ. അതിന്റെ ഡിഗ്രി 1 ആണ് അല്ലെ. ഇത് നോക്കിയേ, 3 മാത്രം കിടക്കുകയാണ് അല്ലെ. ഇതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. നമ്മൾ പറഞ്ഞു
കോൺസ്റ്റന്റ് പോളിനോമിയലില് നമ്മൾ പഠിച്ചിട്ടുണ്ട് 3യുടെ കൂടി ഒരു x⁻0 കാണും കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഓക്കെ, ഇവിടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അതായത് 3 × x⁻0 എന്ന് പറഞ്ഞാൽ 3 × x⁻0 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും സിമ്പിൾ ആണ്. നമ്മൾ ആ ഡെഫിനേഷൻസ് പറയുമ്പോൾ തന്നെ ഇതിന്റെ പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കും. അതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ ഞാൻ എല്ലാം കാണിച്ചു തരുന്നത്. കാരണം നമ്മൾ ആ ഡെഫിനേഷൻ ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, ഇപ്പൊ തന്നെ ആ അതേ ടൈപ്പ് പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലാസിഫൈ ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽ. നമുക്ക് കുറെ ഓൾജിബ്രായിക് പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ലീനിയർ പോളിനോമിയൽ ആണോ, ക്വാഡ്രാറ്റിക് ആണോ, ക്യൂബിക് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്കറിയാം ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ ആണ് അല്ലെ, ഡിഗ്രി 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ആണ്, ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക് ആണ്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി മാത്രം നോക്കുക. ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ, ഡിഗ്രി 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക്, ഡിഗ്രി 3 ആണെങ്കിൽ അത് ക്യൂബിക് പോളിനോമിയൽ ആയിരിക്കും. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ x² + x. ഇവിടെ ഡിഗ്രി എത്രയാണ്? യെസ്, ഡിഗ്രി 2 ആണ് അല്ലെ, അതായത് ഹയസ്റ്റ് പവർ 2 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്ത് പോളിനോമിയൽ ആണെന്ന് പറയാം? യെസ്, ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഡിഗ്രി 2 ആയതുകൊണ്ട് ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ ഡിഗ്രി എത്രയാന്ന് നോക്കിക്കേ. യെസ്, ഡിഗ്രി 3 ആണ്. ഡിഗ്രി 3 ആയതുകൊണ്ട് ഇത് എന്ത് പോളിനോമിയൽ ആണ്? യെസ്, ക്യൂബിക് പോളിനോമിയൽ ആണ് അല്ലെ. ഡിഗ്രി 3 ആയതുകൊണ്ട് ഇത് ക്യൂബിക് പോളിനോമിയൽ ആണ് അല്ലെ. സിമ്പിൾ ആണ്. ഇത് നോക്കിക്കേ, തേർഡ് വൺ y + y² + 4. ഇവിടെ ഡിഗ്രി എത്രയാണ്? ഹയസ്റ്റ് പവർ 2 ആണ് അല്ലെ. ഇവിടെ ഡിഗ്രി 2 ആണ് വന്നിരിക്കുന്നത്. അതായത് പവർ വലുത് 2 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്ത് പോളിനോമിയൽ ആണെന്ന് പറയാം? യെസ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെന്ന് പറയാം. നോക്കിക്കേ, ഫോർത്ത് ക്വസ്റ്റ്യൻ 1 + x അല്ലെ. ഇവിടെ പവർ 1 ഉള്ളൂ അല്ലെ, ഡിഗ്രി 1 ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞ 1 ആണ്. 1 ആയതുകൊണ്ട് അത് ലീനിയർ പോളിനോമിയൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഈ 3t നോക്കിക്കേ. ഇതിന്റെ 3tയുടെ പവർ എത്രയാണ്? ടിയുടെ പവർ 1 ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഡിഗ്രി 1 ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്ത് പോളിനോമിയൽ ആണ്? യെസ്, ലീനിയർ പോളിനോമിയൽ ആണ് അല്ലെ. കാരണം ഇവിടെ ഡിഗ്രി 1 ആണ് വരുന്നത്. ഇനി എഫ് നോക്കിക്കേ. എഫ് എന്ന് പറഞ്ഞാല് r² മാത്രമേ ഉള്ളൂ. ഇവിടെ ഡിഗ്രി എന്താണ്? r എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡിഗ്രി 2 ആണ്. 2 ആയതുകൊണ്ട് ഇത് എന്ത് പോളിനോമിയൽ ആണ്? യെസ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഓക്കെ, then the last question 7x³ 7x³ നോക്കിക്കേ. ഇവിടെ ഡിഗ്രി എത്രയാണ് വരുന്നത്? യെസ്, വേരിയബിളിന്റെ പവർ 3 ആണ് അല്ലെ. 3 മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇവിടെ ഡിഗ്രി 3 ആണ്. ഡിഗ്രി 3 ആയതുകൊണ്ട് അത് എന്ത് പോളിനോമിയൽ എന്ന് പറയാം? യെസ്, ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ് അല്ലെ. നമുക്ക് തരുന്ന പോളിനോമിയലില് പവർ ഹയസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ 2 ആണ്. അതുകൊണ്ട് അത് ക്വാഡ്രാറ്റിക് ആണ്. സെക്കൻഡ് വണ്ണിൽ ഇവിടെ 3 ആണ്. 3 ആയതുകൊണ്ട് അത് ക്യൂബിക് പോളിനോമിയൽ ആയി. ഇവിടെ 2 ആണ്, ഇവിടെയും അതുകൊണ്ട് അത് ക്വാഡ്രാറ്റിക് ആണ്. ഇവിടെ നോക്കിയാൽ എക്സ് മാത്രമേ ഉള്ളൂ, എക്സിന്റെ പവർ 1 ആയിരിക്കും അല്ലെ. അതുകൊണ്ട് അത് ലീനിയർ പോളിനോമിയൽ ആയി. then 3t t ആണ് വേരിയബിൾ, അതിന്റെ പവർ 1 ആണ്. അതുകൊണ്ട് അത് ലീനിയർ പോളിനോമിയൽ ആണ്. ഇവിടെ r², ഇവിടെ ഡിഗ്രി 2 ആണ്. അതുകൊണ്ട് അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയി. ലാസ്റ്റ് വൺ ഡിഗ്രി 3 ആണ്. അതുകൊണ്ട് അത് ക്യൂബിക് പോളിനോമിയൽ ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് തീർന്നു. ഇതിനകത്ത് ഒന്നും തന്നെ പഠിക്കാനില്ല. ഡിഗ്രി, ഹയസ്റ്റ് പവർ ഡിഗ്രി ആണ്. പിന്നെ ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ. പിന്നെ കോഎഫിഷ്യന്റ് എഴുതാൻ എളുപ്പമാണ്. തന്നിരിക്കുന്ന വേരിയബിളിന്റെ അടുത്ത് കിടക്കുന്ന നമ്പർ, അതാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലും ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നന്നായിട്ട് ഓരോ ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.